ബോബി ചെമ്മണ്ണൂർ. ഈ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു 7-ലും 8-ലും അങ്ങനെ പഠിക്കുമ്പോഴാണ്. നമ്മുടെ വടകര ചെമ്മണ്ണൂറിൻ്റെ ഒരു ജ്വല്ലറി ഇനോഗ്രേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഏതോ സെലിബ്രിറ്റി, അതാരായിരുന്നു എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. സൽമാൻ ഖാനാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആക്ടറാണോ എന്നുള്ള അറിയില്ല, പക്ഷേ ഒരു ബോളിവുഡ് ആക്ടറായിരുന്നു. അപ്പോൾ പുള്ളി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അവിടെ പോയി. ഭയങ്കര റഷൊക്കെ ഉള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അന്നപ്പോഴാണ് ഈ പേരും ഈ ചെമ്മണ്ണൂർ ജ്വല്ലറി എന്നൊക്കെ കേൾക്കുന്നത്. അതിനുശേഷം കാലങ്ങൾക്കിപ്പുറം ഞാൻ MESൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്നുള്ള ഒരു ഇതായിട്ട് ബോബി ചെമ്മണ്ണൂർ ഓടിയിരുന്നല്ലോ, ഒരു മാരത്തോൺ പോലെ. അപ്പോൾ പല കോളേജിലും വന്നിട്ട് അവിടുത്തെ കുട്ടികളോടൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ കോളേജിൽ വന്നപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ NSSൻ്റെ സെക്രട്ടറി ആയിരുന്നു വന്നപ്പോൾ. അപ്പോൾ ഞാനായിരുന്നു അത് കോർഡിനേറ്റ് ചെയ്യേണ്ടത്, കുട്ടികളൊക്കെ ഓടാൻ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ എന്നോട് അവിടെയുള്ള ഇതൊക്കെ ചോദിച്ച പോലെ എനിക്ക് ഓർമ്മയുണ്ട്, നിനക്കൊക്കെ ഭ്രാന്ത, പിന്നെ ഇവരൊക്കെ കൂടെ ഓടാൻ പോകാൻ അല്ല പക്ക പബ്ലിസിറ്റിക്ക് വേണ്ടി ആയിരിക്കും എന്നൊക്കെ. പക്ഷേ എന്നിരുന്നാലും ഞങ്ങളൊക്കെ പോയി ഓടുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, മൂപ്പരെന്തിനാ ഇങ്ങനെ വൈറ്റ് ആൻഡ് വൈറ്റ് എല്ലാം ഇട്ട് ഇങ്ങനെ എന്തെല്ലോ ഡ്രസ്സിലൊക്കെ നടക്കുന്നത്, നല്ല കോട്ടും സൂട്ടൊക്കെ ഇട്ട് നല്ല ജെൻറ്റിൽമാനായിട്ട് നടന്നോടെ. ഒരു ബിസിനസ് മാൻ ഇങ്ങനെയാണോ, ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ എന്താ ഇടുന്നത്, ഇതെന്തൊരു കോലയില്ലാത്ത ഡ്രസ്സ്, ഇതെന്താ സംഭവം. പിന്നെ വെച്ചാൽ ഓക്കെ പബ്ലിസിറ്റി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് പിന്നെ സോഷ്യൽ മീഡിയയിൽ മൂപ്പരുടെ ആ ഒരു പിന്നെ പല വീഡിയോസൊക്കെ കണ്ടപ്പോൾ ആദ്യം എല്ലാവരും പോലെ ഞാനും ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ എനിക്കും ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, പല ഫേക്ക് ആൾക്കാരുടെ ഇടയിൽ മൂപ്പര് റിയലായിട്ട് ജീവിക്കുകയാണ്. മൂപ്പർക്ക് എന്താ ചെയ്യേണ്ടത് എന്താ പറയേണ്ടതെന്ന് തോന്നുന്നു മൂപ്പരെ പറയുന്നത്. പലരും ആ സമൂഹത്തെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള സ്റ്റാറ്റസ് വെച്ചിട്ട് പറയാണ്ടിരിക്കുന്ന പല കാര്യങ്ങളും മൂപ്പര് ചെയ്യുന്നു പറയുന്നു. അത് മൂപ്പരുടെ ഒരു ക്വാളിറ്റി അല്ലേ എന്ന് പിന്നെ ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മൾ തന്നെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതിൽ. അപ്പോൾ പിന്നീട് മൂപ്പരെ പറ്റി കൂടുതൽ ഓരോ കാര്യങ്ങൾ അറിയാനിടയായി. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും രണ്ടും ഉണ്ടാകലുണ്ട് കേട്ടോ. ഇപ്പോൾ കോഴിക്കോട് എത്രയോ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംരംഭമൊക്കെ മൂപ്പര് നടത്തിയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിനിടയിൽ അറിയാനിടയായി. ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ റഹീം കാക്ക് വേണ്ടിയിട്ട് ബോച്ചെ കേരളം മൊത്തം നടന്നിട്ട് യാചകയാത്ര എന്ന് പറഞ്ഞിട്ട് നടത്തിയ ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതും കൂടി കണ്ടപ്പോൾ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. കാരണം മൂപ്പരെ പോലെയുള്ളൊരു ബിസിനസ് കോടികളുടെ ആസ്തിയുള്ളൊരു ബിസിനസ് എന്ത് കാര്യത്തിനാണ് ഇത് ചെയ്യേണ്ട ഒരു ആവശ്യം. ഇപ്പോൾ ഒരു 2 പോസ്റ്റ് ഇട്ടാൽ മതിയായിരിക്കും ചിലപ്പോൾ, പിന്നെ ഇതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതല്ല. പക്ഷേ ഇങ്ങനെ ഒരു മൂപ്പരെ ടൈം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം, ഒരുപാട് ബിസിനസ്സുകാരുടെ അവസ്ഥ നമുക്കറിയാം, അവർക്ക് സമയം ഉണ്ടാവില്ല, ഓട്ടപ്പാച്ചിലായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിട്ട് ഇങ്ങനെ ഒരു യാത്ര നടത്തി ഇത്രയും പൈസ കളക്ട് ചെയ്യാനും പറ്റി. പിന്നെ ആളുകൾക്ക് നമുക്ക് എല്ലാവർക്കും ഇതിനു വേണ്ടി ഇറങ്ങണം എന്നുള്ള ഒരു പ്രചോദനമൊക്കെ വന്നത് മൂപ്പരുടെ ആ ഒരു ആക്ട് കണ്ടാണ്. ഒരുപാട് ആൾക്കാർ വീഡിയോസും പല രീതിയിലുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെപ്പോലെ തന്നെ ആളുകളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ബോച്ചയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിൽ വലിയ പങ്കുണ്ട്. ഇപ്പം 30 കോടിയോടെ അടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ പൈസ കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും നമുക്ക് മൂപ്പരെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും. ഇനിയുള്ള മൂപ്പരുടെ ജീവിതം സന്തോഷകരമായിട്ട് ജീവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്, ബോച്ചേനോടുള്ള ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ എടുത്തത്. നമ്മൾ മറ്റുള്ളവരെന്ത് ചെയ്യും എന്ത് പറയും എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ അത് ഒരു തെറ്റാണ്. മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, നമുക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയല്ലേ ഈ ബോച്ചെ. നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ പേടിക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആളുകളത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും നമ്മുടെ ഫാനാവും, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മൾ റിയലായിട്ട് ജീവിക്കുക, നമ്മളെന്താണോ അതായിട്ട് ജീവിക്കുക. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് കാണുമ്പോൾ തന്നെ ടെൻഷനാകുന്ന കൂട്ടത്തിലാണ്. എൻ്റെ വീഡിയോസിലൊക്കെ ആദ്യം ഒരുപാട് എൻ്റെ മിന്നുവിൻ്റെ വീഡിയോസിലൊക്കെ ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളും പലരും വലിച്ച് കീറി ഭിത്തിയിലൊട്ടിച്ച്. അപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാകലുണ്ടായിരുന്നു. പിന്നെ അത് മാറിയത്. അപ്പോൾ ഞാനിങ്ങനെ അല്ലെങ്കിൽ ഈ ബോച്ചേൻ്റെ ഒക്കെ ഓരോ വീഡിയോൻ്റെ മുമ്പും അടിയിൽ വരുന്ന പല കമൻസ്, ഷോ ഓഫ്, അത് ഇത് പട്ടി ഷോ ഓഫ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അതിലൊന്നും പതറാതെ മൂപ്പർ നല്ല സ്ട്രോങ് ആയിട്ട് പറയേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടതും ചെയ്തു പോകുന്നില്ലേ. ശരിക്കും മൂപ്പർക്ക് പിന്നെ ഇഷ്ടംപോലെ ബിസിനസ് സംരംഭങ്ങളുണ്ട്, നല്ല ആസ്തികളുണ്ട്. എന്നിട്ടും മൂപ്പർക്ക് ഇത്തരം കാര്യങ്ങളിലൊന്ന് സാധാരണക്കാരെ പോലെ ഇറങ്ങി വന്ന് ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് തോന്നില്ല അതിൻ്റെ ഒരു കാര്യമുണ്ടോ? ഇപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും പബ്ലിസിറ്റി ആണ് എന്നൊക്കെ.
ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അല്ലാതിരിക്കാം, അത് നമുക്കറിയില്ല. പക്ഷേ മൂപ്പര് ചെയ്ത ഒരു കാര്യം വളരെ വലുത് തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്രയും ഇറങ്ങി പ്രവർത്തിച്ച വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരാളെയും നമ്മൾ അയാളുടെ സംസാരം കൊണ്ടോ അല്ലെങ്കിൽ മൂപ്പരുടെ എന്തെങ്കിലും ചില പ്രവർത്തികൾ കൊണ്ടോ വിലയിരുത്താൻ പാടില്ല. ഏറ്റവും ബാക്കിലിരിക്കുന്ന ബാക്ക് ബെഞ്ചറുണ്ട്, അവനത്ര പഠിപ്പിസ്റ്റ് കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അവൻ ചിലപ്പോൾ കുറച്ച് റോങ്ങൊക്കെ കളിക്കും. പക്ഷേ നമ്മുടെ ക്ലാസ്സിൽ ഒരാൾക്കൊരു അപകടം വന്ന ആദ്യം ഓടിയെത്തും അവനായിരിക്കും ആ ആളെ എടുത്ത് ഓടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. ആ താന്തോന്നിന്ന് വിളിച്ച അവനായിരിക്കും എല്ലാവർക്കും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവുക എന്ന് നമ്മൾ പലരും പറയാറുണ്ട് അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മളെല്ലാവരും ആ ഒരു രീതിയിൽ ഇട്ട ഒരു മനുഷ്യൻ ഇന്ന് നമുക്കെല്ലാവർക്കും കാണിച്ചു തന്നിരിക്കുകയാണ് നമ്മളിങ്ങനെ നിൽക്കണമെന്ന്. മൂപ്പർ ഓരോ വേദിയിലും പോയിട്ട് പറയുന്ന കാര്യമുണ്ടല്ലോ, നാളെ ഇവർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പിന്നെ നമുക്ക് കിടന്നാൽ ഉറക്കം വരുമെന്ന്. സത്യമാണ്, നമുക്ക് കിടന്നാൽ ഉറക്കം വരും. ആ ഒരു കുറ്റബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ, കാരണം നമ്മളെല്ലാവരും അതിന് കാരണക്കാരല്ലേ എന്ന് വിചാരിച്ചിട്ട്. തീർച്ചയായിട്ടും മൂപ്പര് വെളിയിലിറങ്ങുന്നതിന് നിങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട്. സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവാക്കി നമുക്കെല്ലാം ഒരു ഊർജ്ജം തന്നത് വലിയൊരു പങ്ക് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള കാര്യം കണ്ടിട്ടാണ് ഞാനൊക്കെ ചെറുതാണ്, വലിയ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇതിനു വേണ്ടി ചെയ്ത് മില്യൺസ് വ്യൂ കാര്യങ്ങളൊക്കെ അവർക്ക് വന്നിട്ടുണ്ട്. നമ്മളൊന്നും ആ രീതിയിലൊന്നും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മളും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നിങ്ങളൊരു വലിയ ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എപ്പോഴൊക്കെയോ ഞാനും നിങ്ങളെ ചില പ്രവൃത്തികൾ ഇഷ്ടപ്പെടായിക മനസ്സിൻ്റെ ഉള്ളിൽ വന്നു പോയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ഒരു വ്യക്തിയോട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ എന്നെപ്പോലും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ എന്നുള്ളത് അറിയാം, അതൊക്കെ സ്വാഭാവികമാണ്. എങ്കിലും നല്ലത് ആ വ്യക്തി ചെയ്യുമ്പോൾ അപ്രിസിയേറ്റ് ചെയ്യാൻ നമ്മൾ യാതൊരുവിധ മടിയും കാണിക്കേണ്ടതില്ല. ചിലപ്പോൾ അപ്രിസിയേഷൻ കിട്ടുന്നതായിരിക്കും ഒരാളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുക. ഞാൻ ക്ലാപ്പിന് വേണ്ടിയാണ് ചെയ്യുന്നത്, പണത്തിന് വേണ്ടിയല്ല എന്ന് പറയുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. വലിയ വലിയ സ്റ്റേജ് ഷോസൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന വലിയ വലിയ കലാകാരന്മാർ, അവർ ക്ലാപ്പിന് വേണ്ടിയാണ്, ആ ഒരു ഇതിന് വേണ്ടിയാണ് പലതും ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലയിടത്തിലും വായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരാളെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ നമ്മളൊരു മടിയും വിചാരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ കാരണം ഒരാളുടെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടുകയാണ്. നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളൊരാൾ എന്നുള്ളതല്ല, ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു മുന്നിൽ നടന്ന ആൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളെ പേര് തന്നെ എടുത്തു പറഞ്ഞത്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മനുഷ്യർ, പള്ളി കമ്മിറ്റി ആയാലും പല പല കമ്മിറ്റികളും സംഘടനകളൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്തായാലും ഇനി 100% നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. 4 കോടി കൂടി മാത്രമേ നമുക്ക് കളക്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്നാവും. മൂപ്പരുടെ ജീവിതത്തിൽ ഇനി ഒരു വസന്തകാലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.